നീണ്ട 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥനകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കും ഫലമായി കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷ കാത്തുനിന്ന റഹീമിന്റെ മോചനം ഒരു സാധാരണ പ്രവാസിക്ക് വേണ്ടി മലയാളി സമൂഹം നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ വിജയമാണ്. ഇന്ന് പുലർച്ചെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ റഹീമിനെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് വരവേറ്റത്. അബ്ദുൾ റഹീമിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ നിർഭാഗ്യകരമായ സംഭവത്തിന്റെ പശ്ചാത്തലം അതീവ ദയനീയവും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. 2006 ഡിസംബർ 24 സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു റഹീമിന്റെ വിധി നിർണയിച്ച ആ സംഭവം അരങ്ങേറിയത്. അക്കാലത്ത് സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു റഹീം. തന്റെ സ്പോൺസറുടെ മകനായ 14-കാരൻ അനസ് അൽ ഷഹ്റിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലും സഹായിയായി കൂടെയുണ്ടായിരുന്നു. കഴുത്തിന് താഴേക്ക് ചലനശേഷി ഇല്ലാതിരുന്ന അനസിന് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം നൽകേണ്ടിയിരുന്നത് അവന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ഉപകരണത്തിലൂടെയായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നായിരുന്നു ആ ഉപകരണം. സംഭവ ദിവസം ഇരുവരും ഷോപ്പിങ്ങിനായി പുറത്തുപോയ സമയത്താണ് വിധി വില്ലനായി എത്തിയത്. യാത്രക്കിടെ ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്താൻ അനസ് റഹീമിനോട് ആവശ്യപ്പെടുകയും ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ വഴക്കിനിടെ അങ്ങേയറ്റം അപ്രതീക്ഷിതമായി അനസ് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പുകയുണ്ടായി. പെട്ടെന്നുണ്ടായ ഈ പ്രവൃത്തിയിൽ പകച്ചുപോയ റഹീം അനസിന്റെ ആംഗ്യത്തെ പ്രതിരോധിക്കാനോ തടയാനോ ശ്രമിക്കുന്നതിനിടയിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിലെ ആ ജീവൻ രക്ഷാ ഉപകരണത്തിൽ ശക്തമായി തട്ടിപ്പോയി. ആ നിമിഷം കൊണ്ട് അനസ് ബോധരഹിതനായി വീഴുകയും തുടർന്ന് നടന്ന സംഭവവികാസങ്ങളിൽ ആ ബാലൻ മരണപ്പെടുകയും ചെയ്തു. അവിചാരിതമായി സംഭവിച്ച ഈ ദാരുണമായ മരണം റഹീമിന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കി. ഈ സംഭവത്തെ തുടർന്ന് സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും നീണ്ട നിയമ നടപടികൾക്കും വിചാരണകൾക്കും ശേഷം 2012 സൗദി കോടതി റഹീമിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തതോടെ ഒരു നിമിഷം കൊണ്ട് കൈപ്പിഴവ് സംഭവിച്ച ആ പ്രവാസിയുടെ ജീവിതം 20 വർഷം നീണ്ട ജയിൽവാസത്തിലേക്കും വധശിക്ഷയുടെ നിഴലിലേക്കും എടുത്തെറിയപ്പെടുകയായിരുന്നു. ജയിൽവാസത്തിന്റെ 20 വർഷങ്ങൾ അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിൽ കനത്ത നിഴലുകൾ വീഴ്ത്തിയെങ്കിലും നിയമ പോരാട്ടങ്ങളുടെയും നിരന്തരമായ ഇടപെടലുകളുടെയും ഫലമായി ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങി മറ്റു ചില കുറ്റങ്ങൾ കൂടി ചാർത്തപ്പെട്ടതിനെ തുടർന്ന് 20 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു കോടതി അദ്ദേഹത്തിന് വിധിച്ചിരുന്നത്. ഈ ദീർഘകാല ജയിൽവാസം റഹീമിനെയും കുടുംബത്തെയും വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രതിസന്ധികളിലേക്കാണ് തള്ളിവിട്ടത്. എങ്കിലും ശിക്ഷാ കാലാവധി 2026 മെയ് മാസത്തിൽ പൂർത്തിയായതോടെ അദ്ദേഹത്തിന്റെ മോചനത്തിനുള്ള വഴി തെളിയുകയായിരുന്നു. റഹീമിന്റെ മോചനം സുഗമമാക്കുന്നതിനായി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി നടത്തിയ നിരന്തരമായ ഇടപെടലുകളും സൗദി അധികൃതരുമായി സഹകരിച്ചുകൊണ്ട് പൂർത്തിയാക്കിയ സങ്കീർണമായ നിയമ നടപടികളും ഈ വിഷയത്തിൽ നിർണായക പങ്കുവഹിച്ചു. 2026 മെയ് 26 മോചനത്തിന് ആവശ്യമായ എല്ലാ നിയമപരമായ ഉത്തരവുകളും പൂർത്തിയാവുകയും തുടർന്ന് അതിവേഗം എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തതോടെ റഹീമിന്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര സാധ്യമായി. 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ന് പുലർച്ചെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാലുകുത്തിയ റഹീമിനെ അദ്ദേഹത്തിന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയും പോരാടുകയും ചെയ്ത ഒരു വലിയ സമൂഹം വികാരനിർഭരമായ സ്വീകരണമാണ് നൽകിയത്. ഒരു സാധാരണ പ്രവാസി നേരിട്ട പ്രതിസന്ധികളെ കൂട്ടായ പരിശ്രമങ്ങളിലൂടെയും നിയമപരമായ കൃത്യതയിലൂടെയും എങ്ങനെ മറികടക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ തിരിച്ചുവരവ് മാറിയിരിക്കുന്നു. അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്ന 20 വർഷക്കാലം അദ്ദേഹത്തിന്റെ കുടുംബം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. നാട്ടിലെത്തിയാൽ ആദ്യം തന്റെ ഉമ്മയെ കാണണമെന്ന റഹീമിന്റെ ആഗ്രഹം പൂവണിഞ്ഞു. വിമാനത്താവളത്തിൽ എത്തിയ റഹീം തന്നെ പിന്തുണച്ച ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു. എല്ലാവർക്കും വലിയ നന്ദി, നിങ്ങൾ കാണിച്ച ഈ സ്നേഹം ഒരിക്കലും മറക്കില്ല എന്ന് അദ്ദേഹം വികാരനിർഭരനായി പറഞ്ഞു. ഈ കേസ് കേവലം ഒരു പ്രവാസിയുടെ മോചനമല്ല, മറിച്ച് മാനവികതയുടെയും ഐക്യത്തിന്റെയും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നത് ചരിത്രത്തിൽ അപൂർവമാണ്. ദിയാധനം സമാഹരിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയുടെ ക്രിയാത്മകമായ ഉപയോഗത്തെയും എടുത്തുകാട്ടുന്നു. ഇന്ത്യൻ എംബസി, റഹീമിന് വേണ്ടി പ്രവർത്തിച്ച അഭിഭാഷകർ, മുൻകൈയെടുത്ത വിവിധ സംഘടനകൾ, ഒപ്പം സംഭാവന നൽകിയ ലക്ഷക്കണക്കിന് സാധാരണക്കാർ, ഇവരെല്ലാവരും ചേർന്നാണ് 20 വർഷത്തെ ഇരുട്ടറയിൽ നിന്ന് ഒരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. റഹീമിന്റെ മടങ്ങിവരവ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയൊരു ആശ്വാസമാണ് നൽകിയിരുന്നത്. വലിയൊരു നിയമ പോരാട്ടത്തിന് ശേഷം നാട്ടിലെത്തിയ അബ്ദുൾ റഹീം ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കാൽ വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രവാസികൾക്കിടയിൽ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് പകർന്നിരിക്കുന്നത്.